ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിലർ ബാറക്കല്ലാഹു ഫീക്കും സൗദിയുടെ കൂടെ നോമ്പനുഷ്ഠിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർ ഗോളശാസ്ത്ര കണക്ക് പ്രകാരം നോമ്പനുഷ്ഠിക്കും. അടുത്ത ദിവസം നമ്മുടെ നാട്ടിലായിരിക്കും നോമ്പ്. അന്നേ ദിവസം ഇവർക്കൊന്നും ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, പെരുന്നാളും ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത ദിവസം ഇക്കൂട്ടർ നമുക്ക് പെരുന്നാളാകുമ്പോൾ നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കും. എന്നിട്ട് ഇവർ പറയും, നമ്മളാണ് ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവർ, നമ്മളാണ് ഐക്യത്തിൻ്റെ ആളുകൾ എന്ന്. ഇവർ ഈ ചെയ്യുന്നതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഗോളശാസ്ത്ര കണക്ക് പ്രകാരം നോമ്പനുഷ്ഠിക്കുന്നവർ അവർ പറയും, കണ്ണുകൊണ്ട് കാണേണ്ടതില്ല, ഹിലാൽ ആകാശത്തുണ്ട് എന്ന് ഗോളശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞാൽ മതിയെന്ന്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ശരിയല്ല. അവർ പറയും, മാസപ്പിറവിയുടെ ഹദീസുകളൊക്കെ അവിടെ റഅ എന്ന ക്രിയക്ക് അറിഞ്ഞാൽ നിന്ന് അവരർത്ഥം കൊടുക്കും. വലിയ അബദ്ധമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഅ എന്ന ക്രിയ കുറച്ച് അറബി വ്യാകരണം മനസ്സിലാക്കണം. ഞാൻ ലളിതമായിട്ട് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഖത്തല മുഹമ്മദുൻ സെയ്ദൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സെയ്ദിനെ കൊന്നു എന്നാണ്. ഖത്തല എന്ന് പറഞ്ഞാൽ കൊന്നു. ഖത്തല മുഹമ്മദ് കൊന്നു. ആരെ? സെയ്ദിനെ. അപ്പം ഖത്തലയാണ് ഇവിടെ ക്രിയ. മുഹമ്മദ് എന്താണ്? ആ ക്രിയ നടത്തുന്ന കർത്താവ്. മുഹമ്മദാണ് കൊല്ലുന്നത്. ആരെയാണ് കൊന്നത്? സെയ്ദിനെ. അപ്പോൾ സെയ്ദൻ എന്നാ പറയുക. ആ സെയ്ദിന് എന്താണ്? ഫത്തഹ ഉണ്ടാകുക. സെയ്ദൻ, ആ ദാലിൻ്റെ മുകളിൽ കണ്ട ഫത്തഹാണ്. അപ്പോൾ ആരെയാണ് കൊന്നത്? സെയ്ദിനെ. ആ സെയ്ദ് മഫ്ഊലും ബിഹിയാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു ക്രിയക്ക് മഫ്ഊലും ബിഹി ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി റഅ എന്ന ക്രിയ, അതിന് കാണുക എന്നും അർത്ഥമുണ്ട്, അറിയുക എന്നും അർത്ഥമുണ്ട്. ഇനി എപ്പോഴാണ് കാണുക എന്നർത്ഥം വരിക? കാണുക എന്നർത്ഥം വരിക ഈ ക്രിയക്ക്, ഇപ്പം ഈ ഖത്തലൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ, ഒരു മഫ്ഊലും ബിഹി ഉണ്ടാകുമ്പോഴാണ്. ഒരു മഫ്ഊലും ബിഹി ഉണ്ടാകുമ്പോൾ. ആരെ കണ്ടു എന്ന് ചോദിച്ചാൽ മുഹമ്മദ് സെയ്ദിനെ കണ്ടു എന്ന് പറയുമ്പോൾ ആ സെയ്ദാണ് മഫ്ഊലും ബിഹി. ഒരു മഫ്ഊലും ബിഹി ഉണ്ടാകുമ്പം ഈ റാക്ക് എന്താ അർത്ഥം? കാണുക. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഇതേ റഅ എന്ന ക്രിയക്ക് തന്നെ രണ്ട് മഫ്ഊലും ബിഹി വന്നാലാണ് ബാറക്കല്ലാഹു ഫീക്കും അറിഞ്ഞു എന്നർത്ഥം വരിക. അല്ലാതെ ഈ റഅക്ക് ഒരു മഫ്ഊലും ബിഹി വന്നാൽ ഒരിക്കലും അറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലായി എന്ന അർത്ഥം വരൂല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് തന്നെ ഈ റഅക്ക് പേരുണ്ട്. റഅ ബസറിയ എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ റഅ. കണ്ണുകൊണ്ട് കാണുന്ന റഅ എന്ന് പറഞ്ഞാൽ ഒറ്റ മഫ്ഊലും ബിഹി ഉണ്ടാവുള്ളൂ. റഅ കൽബിയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ, കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം. അപ്പോൾ അതിന് രണ്ട് മഫ്ഊലും ബിഹി ഉണ്ടാവും. അപ്പോഴേ റാക്ക് എന്തുള്ളൂ? ഹൃദയത്തിൻ്റെ റഅ എന്ന് പറഞ്ഞാൽ അറിയുക, മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോഴേ അതിനറിഞ്ഞു, മനസ്സിലായി എന്ന അർത്ഥം വരികയുള്ളൂ. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഈ കണക്കിൻ്റെ ആളുകളിൽ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഈ ഹിജറ കലണ്ടർ കൊണ്ടുവന്ന അലി മണിഖ്ഫാൻ വലിയ പണ്ഡിതൻ എന്നാ പറയാം. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രാഥമിക വിജ്ഞാനം പോലുമില്ല. അങ്ങനെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത്, ഐക്യമല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നമ്മൾ മാസപ്പിറവിയുടെ ഹദീസുകൾ നോക്കിയാൽ റഅ എന്ന ക്രിയയുടെ കൂടെ ഒറ്റ മഫ്ഊലും ബിഹിയേ ഉള്ളൂ. അതേതാ?
ഹിലാൽ. മനസ്സിലായില്ലേ? ആ റഅന്റെ കൂടെ ഈ ഹിലാല് ഫത്തഹ് വെച്ചിട്ട് ഒറ്റ മഫ്ഊലും ബിഹിയേ ഉള്ളൂ. അപ്പോൾ ആ ഹിലാല് കാണുക എന്ന അർത്ഥമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇത് ഏത് പ്രാഥമിക മദ്രസ കുട്ടിക്കും അറിയേണ്ട വിഷയമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം അപ്പം മനസ്സിലായല്ലോ. റഅ എന്ന ക്രിയയുടെ കൂടെ 2 മഫ്ഊലും ബിഹി ഉണ്ടായാലേ അറിഞ്ഞു, ബോധ്യമായി, മനസ്സിലായി എന്ന അർത്ഥം വരികയുള്ളൂ. അതിന് റഅ ഖൽബിയ എന്ന് പറയും. ഇത് ബാലപാഠമാണ്. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെയും റഅ എന്ന ക്രിയയുടെ കൂടെ ഒറ്റ മഫ്ഊലും ബിഹിയേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കാണുക എന്നതല്ലാതെ മറ്റൊരർത്ഥവുമില്ല. അതുകൊണ്ട് ഇത് ബാലപാഠമാണ്. അതുകൊണ്ട് പിറവി കാണൽ നിർബന്ധമാണ്. കാരണം ഈ ഹദീസുകളൊക്കെ കൽപ്പന രൂപത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് കാണൽ നിർബന്ധമാണ്. അല്ലാതെ ആകാശത്തുണ്ടായത് ഗോളശാസ്ത്രം വഴി അറിഞ്ഞാൽ ബോധ്യമായാൽ പോരാ, കാണുക തന്നെ വേണം. അങ്ങനെ ഇവർ ഗോളശാസ്ത്ര കണക്ക് വഴി അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പാരംഭിക്കുന്നു. എന്നിട്ട് നാട്ടുകാരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അതായത് നാട്ടിൽ പിറ്റേ ദിവസം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും നോമ്പ്. ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ അതിൻ്റെ അല്ല, അവർക്ക് അടുത്ത ദിവസം ഒന്നും ഉണ്ടാവില്ല. അടുത്ത ദിവസം നമുക്ക് പെരുന്നാളാകുമ്പോൾ അവർ നമ്മളെ കൂടെ പെരുന്നാൾ ആഘോഷിക്കും. പിന്നെ ഇവർ ഖുറാൻ്റെ ആയത്തും തെളിവായി എടുക്കും. ഏത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആന സംഭവം. ഇവിടെ ഈ ആയത്തിൽ അറിഞ്ഞു എന്നല്ല അർത്ഥമുള്ളതെന്ന് അവർ പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആന സംഭവം അറിഞ്ഞിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഈ ആയത്തിൽ അലം തറ ഉണ്ടോ, ആ റഅക്ക് അറിഞ്ഞു എന്നുള്ള അർത്ഥം. പക്ഷെ അവരെന്ത് ചെയ്യും? മാസപ്പിറവിക്കൊക്കെ അറിഞ്ഞു എന്നുള്ള അർത്ഥം കൊടുക്കും. ഈ ആയത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്ത് അലം തറ കൈഫ എന്നുള്ള ആയത്ത് ആന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതാണ്, കണ്ടതല്ല. എന്തുകൊണ്ട് ഇവിടെ അറിഞ്ഞു എന്നർത്ഥം വന്നു? റഅന്റെ വേറൊരു നിയമമാണ്, റാക്ക് ശേഷം ഒരു ജുംല വന്നാൽ, ഒരു വാക്യം വന്നാൽ, റാക്ക് ശേഷം ഒരു വാക്യം വന്നാൽ, ഇവിടെ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന് പറയുമ്പം ആ റാക്ക് ശേഷം ഒരു വാക്യം വരികയാണ്, ഒരു സെൻറ്റൻസ് വരികയാണ്. അപ്പം എന്താ നിയമം? ഒരു വാക്യം വന്നാൽ അവിടെ അത് 2 മഫ്ഊലിൻ്റെ സ്ഥാനത്താണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ റാക്ക് ശേഷം വാക്യം വന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അപ്പോൾ ആ വാക്യം 2 മഫ്ഊലിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് ഇറാഖ് എന്തർത്ഥം വരും? അറിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടാണ് അലം തറ കൈഫയിൽ ആ റാഖ് അറിഞ്ഞു എന്നർത്ഥം വരുന്നത്. അപ്പോൾ ഇനി മറ്റു ചിലരുണ്ട്. അവർ സൗദിയുടെ കൂടെ നോമ്പ് അനുഷ്ഠിച്ച് അടുത്ത ദിവസം നാട്ടിൽ പെരുന്നാൾ അല്ലാത്ത സമയത്ത്, അന്ന് നാട്ടിൽ ദുൽഹജ്ജ് 9 നോമ്പായിരിക്കും. അന്ന് ഈ സൗദിയെ പിൻപറ്റിയവർക്ക് നോമ്പോ പെരുന്നാളോ ഉണ്ടാവില്ല. അവർ അതിനെ ശൂന്യ ദിവസം എന്നാണ് പറയുക. അടുത്ത ദിവസമാണ് നമുക്ക് പെരുന്നാൾ നാട്ടിലുണ്ടാവുക. അപ്പം അവർ നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കും. റമദാനിലും ഇങ്ങനെ തന്നെയാണ് ഇവർ ചെയ്യുക. ആദ്യത്തെ നോമ്പ് ഈ ഗോളശാസ്ത്ര കണക്ക് പ്രകാരമോ അല്ലെങ്കിൽ സൗദിയുടെ കൂടെ അനുഷ്ഠിക്കും. ഒരു പെരുന്നാൾ എന്താക്കും? നാട്ടുകാരുടെ കൂടെ നമ്മുടെ കൂടെ ആഘോഷിക്കും. ഇവർ ഇനി തെളിവെടുക്കും. ഏത്? നോമ്പോ പെരുന്നാളോ അല്ലാത്തൊരു ദിവസം ഇവർക്ക് വരുന്നുണ്ടല്ലോ, അതിന് ഇവർ ഒട്ടക സംഘത്തിൻ്റെ ഹദീസ് ഉദ്ധരിക്കും. ഈ ഹദീസിൽ മാസപ്പിറവി കണ്ട വിവരം ഒട്ടക സംഘം, അവർ മഗ്‌രിബിന് മാസം കണ്ടു. അങ്ങനെ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസറിൻ്റെ സമയത്താണ് ഒട്ടക സംഘം അവിടുന്ന് നബി സാറിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസപ്പിറവി അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അസറിന് ശേഷം പിന്നെ നോമ്പും ഇല്ല, പെരുന്നാളും ഇല്ലാത്ത അവസ്ഥ വന്നല്ലോ. പിന്നെ അടുത്ത ദിവസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിച്ച് ആഘോഷിച്ചു. അങ്ങനെ ഇവർ എന്താക്കും? ഇവർ പറയും, അപ്പോൾ അടുത്ത ദിവസം ഇവർ നമ്മുടെ കൂടെ ഇതേപോലെ പെരുന്നാൾ ആഘോഷിച്ചിട്ട് ഇവർ സമൂഹത്തിൻ്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ തെളിവായി ഇവർ എടുക്കും. എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇത് തലേ ദിവസം മഗ്‌രിബിന് മാസപ്പിറവി കണ്ട വിവരം അടുത്ത ദിവസം അസറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു നിയമം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇവിടെ ഒരു നിയമമാണ്. എന്ത്? പെരുന്നാൾ നിസ്കാരം ഉച്ചക്ക് മുമ്പ് തന്നെ നിസ്കരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അസറിന് ശേഷാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മാസപ്പിറവി അറിഞ്ഞതുകൊണ്ട്, അതുകൊണ്ടാണ് എന്ത്? പെരുന്നാൾ നിസ്കാരം അടുത്ത ദിവസം നിസ്കരിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ എന്താ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകിട്ടാണ് അറിയുന്നത് മാസപ്പിറവി. അല്ലേ? അടുത്ത ദിവസം അസറിനാണ് അറിയുന്നത്. അപ്പോഴാണ് നിയമം വരിക അടുത്ത ദിവസം പെരുന്നാൾ നിസ്കരിച്ച് ആഘോഷിക്കണമെന്ന്. അല്ലാതെ മഗ്‌രിബിന് തന്നെ മാസപ്പിറവി അറിഞ്ഞാൽ അത് വരുന്ന പകലിന് തന്നെ പെരുന്നാൾ നിസ്കാരവും ആഘോഷവും ഉണ്ടാകണം. അല്ലാതെ അടുത്ത ദിവസമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ കണക്കിൻ്റെ ആളുകൾക്കും ഈ സൗദിയെ പിൻപറ്റുന്നവർക്കും എന്നിട്ട് നോമ്പ് നോക്കുന്നവർക്കും അവർക്ക് എന്താണ് അവർക്ക് വിവരം എന്താണ് കിട്ടിയല്ലോ. പിന്നെ സൗദിയുടെ വിവരം ഇവിടെ സൗദീൻ്റെ വിവരം ഇവിടെ രാത്രിയാകുമ്പം കിട്ടും. കണക്കിൻ്റെ ആളുകൾക്ക് മുൻകൂട്ടി തന്നെ കിട്ടും. അപ്പോൾ അവർ അടുത്ത ദിവസം തന്നെ പെരുന്നാൾ ആഘോഷിക്കണം. പെരുന്നാൾ നിസ്കരിക്കണം. അല്ലാതെ ഒരു ശൂന്യ ദിവസം എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലാത്ത ദിവസം എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ കൂടെ അല്ല പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ അവർ സൗദിൻ്റെ കൂടെ നോമ്പ് നോറ്റ് അടുത്ത ദിവസം കൂടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഭിന്നത വരും. ഭിന്നത പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. സമൂഹത്തിൽ ഭിന്നത വരും. ഭൂരിപക്ഷം മുസ്ലിങ്ങളും പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമല്ല ഈ കുറച്ച് പേർ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പം അതും തെറ്റാണ്. അതുകൊണ്ട് ഒട്ടക സംഘത്തിൻ്റെ ഹദീസ് ഇവരുടെ വാദത്തിന് തെളിവല്ല. ഇക്കാര്യം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിദഹുല്ല അദ്ദേഹത്തിൻ്റെ സുനൻ അബൂ ദാവൂദിൻ്റെ ഷറഹിൽ വ്യക്തമാക്കുന്നുണ്ട്. വൈകി അറിഞ്ഞാലാണ് പെരുന്നാൾ നിസ്കാരം അടുത്ത ദിവസം നിസ്കരിക്കുക. അദ്ദേഹം ഇത് പറഞ്ഞ ബാബ് ഇദാ ലം യഖ്റുജിൽ ഇമാം ലിൽ ഈദ് മിൻ യൗമിഹി ഖറജ മിനൽ ഗദി. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പെരുന്നാൾ മാത്രമല്ല സമൂഹത്തിൻ്റെ കൂടെ ആഘോഷിക്കേണ്ടത്, നോമ്പും സമൂഹത്തിൻ്റെ കൂടെ തന്നെ അനുഷ്ഠിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൻ്റെ പൂർണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു യൗമു തസൂമൂൻ വൽ ഫിത്രു യൗമു തഫ്തുറൂൻ വൽ അദ്ഹ യൗമു തദ്ഹൂൻ. നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസമാണ്. പെരുന്നാൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ബലി അറുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ പെരുന്നാൾ മാത്രമല്ല സമൂഹത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞത്, നോമ്പും ബലിയും സമൂഹത്തിൻ്റെ കൂടെ എന്നാണ് വ്യക്തമായിട്ട് ഹദീസിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഹദീസിൻ്റെ ഒരു ഭാഗം മാത്രം ഇവർ പിൻപറ്റുന്ന അവസ്ഥയാണ് വരുന്നത്. അതൊരിക്കലും ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഇവർ ഹദീസിൻ്റെ ഒരു ഭാഗം എന്താണ് അത് കർമ്മത്തിൽ കൊണ്ടുവരുന്നില്ല. ഹദീസുകൾ പിൻപറ്റുമ്പോൾ പൂർണ്ണമായി പിൻപറ്റണ്ടേ. ബാറക്കല്ലാഹു ഫീക്കും. ദുൽഹജ്ജ് 9-ാമത്തെ ദിവസം ആവുകൊണ്ട് ഇവർ നോമ്പ് അനുഷ്ഠിച്ച് അടുത്ത ദിവസമാണ് ദുൽഹജ്ജ് 10-ാമത്തെ ദിവസം പെരുന്നാൾ. ബാറക്കല്ലാഹു ഫീക്കും. മനസ്സിലായല്ലോ. ദുൽഹജ്ജ് 9 നോമ്പ് അനുഷ്ഠിച്ചാൽ അടുത്ത ദിവസമാണ് ദുൽഹജ്ജ് 10, അന്നാണ് പെരുന്നാൾ. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാതെ സൗദിയുടെ കൂടെ നോമ്പ് അനുഷ്ഠിച്ച് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നാട്ടുകാരുടെ കൂടെ അഥവാ നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് നോമ്പിലും പെരുന്നാളിലും കുടുംബവുമായും സമൂഹവുമായും ഭിന്നിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരുമിച്ച് നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഭിന്നത പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു യൗമു തസൂമൂൻ വൽ ഫിത്രു യൗമു തഫ്തുറൂൻ വൽ അദ്ഹ യൗമു തദ്ഹൂൻ. നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസമാണ്. നോമ്പ് മുറിക്കുന്നത് അഥവാ പെരുന്നാൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്.
നിങ്ങൾ ബലി അറുക്കുന്ന ദിവസമാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലയും ഇമാം തിർമിദി റഹിമഹുല്ലയും പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ നിന്ന് കിട്ടുന്ന വിശദീകരണം ചുറ്റുമുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ കൂടെ നോമ്പ് നോക്കണം, അവരുടെ കൂടെ നോമ്പ് മുറിക്കണം എന്നാണ്. അതായത് പെരുന്നാൾ ആഘോഷിക്കണം. ഇത് മജ്മു അൽ ഫത്വ ഇബ്നു ബാസ് വോളിയം 15 പേജ് 82-ലും തിർമിദിയുടെ 2-ാം വോളിയം 37-ലും കാണാം. അപ്പോൾ ഈ രണ്ട് പണ്ഡിതന്മാരുടെ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് കിട്ടുക ചുറ്റുമുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ കൂടെ നോമ്പെടുക്കണം, അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കണമെന്നാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നോമ്പും പെരുന്നാളും സമൂഹത്തിൻ്റെ കൂടെ ആയിരിക്കണം, അല്ലാതെ പെരുന്നാൾ മാത്രമല്ല. ഷെയ്ഖ് ബിൻ ബാസ് ഇങ്ങനെയും കൂടി പറയുന്നുണ്ട് റഹിമഹുല്ല, ശരീഅത്ത് ഭിന്നതയെയും അനൈക്യത്തെയും വെറുക്കുന്നു, ഐക്യത്തെയും യോജിപ്പിനെയും അത് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഹദീസിൽ നിന്നും വ്യക്തമാണ്, നോമ്പും സമൂഹത്തിൻ്റെ കൂടെ ആയിരിക്കണം, അത് ചുറ്റുമുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ കൂടെ ആയിരിക്കണം. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഐക്യപ്പെടേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുമായി ഭിന്നിക്കരുത്, നമ്മുടെ കുടുംബവുമായി ഭിന്നിക്കരുത്. ഒരു വീട്ടിൽ ചില ആളുകൾക്ക് നോമ്പ്, ചില ആളുകൾക്ക് പെരുന്നാൾ, ഇങ്ങനെ വരാൻ പാടില്ല. ഇത് ഫിത്നയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഭാര്യയ്ക്ക് നാട്ടുകാരുടെ കൂടെ പെരുന്നാളും ഭർത്താവിന് സൗദിയുടെ കൂടെ നോമ്പും എടുത്തിട്ട് ഭിന്നിപ്പുണ്ടാക്കുന്നതൊന്നും എന്താണ്, ഇവിടെ സൗദിയുടെ കൂടെ നോമ്പെടുക്കുക, ഇവിടുത്തെ ആളുകളുമായിട്ട് നോമ്പിൻ്റെ കൂടെ അവർ ഐക്യപ്പെടുന്നില്ല എന്നതൊക്കെ അതൊക്കെ എന്താണ്, അത് ഭിന്നിപ്പാണ്. ബാറക്കല്ലാഹു ഫീക്കും. അൽ ഖിലാഫു ഷർറെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഭിന്നിപ്പ് വന്നതിനെക്കുറിച്ച് പറഞ്ഞത്. അൽ ഖിലാഫു ഷർറുൻ, ഭിന്നത തിന്മയാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.